വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന ലക്ഷദ്വീപ് മുൻ എംപി മുഹമ്മദ് ഫൈസൽ ജയിൽ മോചിതനായി. രാഷ്ട്രീയ എതിരാളികളെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ 10 വർഷം തടവിന് കവറത്തി സെഷൻസ് കോടതി ശിക്ഷിച്ച ലക്ഷദ്വീപ് മുൻ എംപി മുഹമ്മദ് ഫൈസൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. മുഹമ്മദ് ഫൈസൽ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ MP സ്ഥാനം അസാധുവാക്കുകയും ചെയ്തിരുന്നു. ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് ഫൈസൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി ശിക്ഷ സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് മുഹമ്മദ് ഫൈസലിന് ജയിൽ മോചിതനാകാനുള്ള വഴിയൊരുങ്ങിയത്. മുഹമ്മദ് ഫൈസൽ ജയിൽ മോചിതനാകുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് വൈകുന്നേരം 4:30 മണി മുതൽ തന്നെ മാധ്യമങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിൽ പടിക്കൽ എത്തിയിരുന്നു. എന്നാൽ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും മുഹമ്മദ് ഫൈസൽ ജയിൽ മോചിതനായില്ല. ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് മെയിലായി ജയിലിൽ എത്തുകയായിരുന്നു. എന്നാൽ ഉത്തരവിന്റെ ഒറിജിനൽ തന്നെ ലഭിക്കണമെന്ന നിലപാടായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ സ്വീകരിച്ചത്. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ രാത്രി 8 മണിയോടെയാണ് മുഹമ്മദ് ഫൈസൽ ജയിൽ മോചിതനായത്. MP സ്ഥാനം അസാധുവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് ഫൈസൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കണ്ണൂർ 1 കണ്ണൂർ.